ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിലവഡ് ടീച്ചർ അവാർഡ് സംഘടിപ്പിച്ചു. ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ ജീവിതത്തെ സ്വാധീനിച്ച ടീച്ചറെ അനുമോദിക്കുക എന്ന ലക്ഷ്യത്തോടെ ബിലവഡ് ടീച്ചർ അവാർഡ് സംഘടിപ്പിച്ചു. ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OICയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടനം തൃശൂർ സിറ്റി പോലീസ് ASP ഹർദിക് മീണ നിർവഹിച്ചു. IPS പദവിയിലെത്താൻ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ എല്ലാ അധ്യാപകരും തനിക്ക് നൽകിയ പ്രചോദനം വളരെ വലുതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി സ്വാഗതം നിർവഹിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ അജിത കുമാരി, ബഥനി സെൻറ് ജോൺസ് EHSS പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, PTA വൈസ് പ്രസിഡന്റ് ബിജു മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. 40ഓളം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർമാർ പങ്കെടുത്ത പരിപാടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതു അനുഭവമായി. അവാർഡിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. വായിച്ചു വളരേണ്ടതും എഴുതിത്തെളിയേണ്ടതുമാണ് വിദ്യാഭ്യാസ കാലഘട്ടമെന്ന് അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. സെൻറ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 109ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും ജനുവരി 30 സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് മാനേജർ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി അധ്യക്ഷത വഹിച്ച യോഗം കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് മണ്ണുമൂട്, ഹെഡ് മിസ്ട്രസ് രജനി ജോയി, PTA പ്രസിഡന്റ് ഫാദർ ദിനേശ് പാറക്കടവിൽ, സെൻറ് ബെഹനാൻസ് വലിയപള്ളി വികാരി ഫാദർ വർഗീസ് ചാക്കോ വഞ്ചിപ്പാലം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി മാത്യു, പൂർവ്വ വിദ്യാർത്ഥിയും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസുമായ ഷാനവാസ് KH തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപിക മിനി സക്കറിയയുടെ ഫോട്ടോ അനാച്ഛാദനം, സംസ്ഥാന യുവജനോത്സവം, പ്രവൃത്തി പരിചയം, സാമൂഹ്യ ശാസ്ത്രമേള, IT മേള, കായികമേള തുടങ്ങിയവയിൽ A ഗ്രേഡ് നേടിയവർക്കുള്ള സമ്മാനദാനവും വിദ്യാർത്ഥികൾക്കായുള്ള വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു. മലങ്കര സഭയിൽ വിജാതീയരുടെ അപ്പോസ്തോലൻ, മലങ്കര ഗാന്ധി എന്നീ നാമങ്ങളിൽ അറിയപ്പെട്ട മലബാർ ഭദ്രാസന ഇടവകയുടെ പ്രഥമ ഇടയനും ശ്ലീബാദാസ സമൂഹ സ്ഥാപകനും സാമൂഹിക നവോത്ഥാന രംഗങ്ങളിൽ ശ്രേഷ്ഠനും മലബാർ ഭദ്രാസന പ്രഥമ മെത്രാപ്പൊലീത്തയുമായിരുന്ന കണ്ടനാട് കർമ്മേൽ ദേറായിൽ കബറടങ്ങിയിരിക്കുന്ന ഭാഗ്യസ്മരണാർഹനായ മൂക്കഞ്ചേരിൽ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ 57ാമത് ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം ആചരിച്ചു. പ്രധാന പെരുന്നാൾ ദിവസങ്ങളായ ജനുവരി 31, ഫെബ്രുവരി 1-2 തീയതികളിൽ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിമന്യ തോമസ് മാർ അത്താനാസ്യൂസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറിയിലെ മന്ത്രിയും മലയാളിയുമായ ജിൻസൺ ആൻഡോ ചാൾസിന് മലങ്കര സഭയുടെ ആസ്ഥാനമായ കോട്ടയം ദേവലോകം അരമനയിൽ പരിശുദ്ധ കാതോലിക്ക ബാവ സ്വീകരിച്ചു. വടവാതൂർ സെന്റ് തോമസ് അപ്പോസ്തോലിക് സെമിനാരിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 1 വരെ നടന്ന അന്തർദേശീയ സുറിയാനി ദൈവശാസ്ത്ര സിമ്പോസിയത്തിൽ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി ആദ്യോടന്തം പങ്കെടുത്തു. സെമിനാരി മുൻ ഫാക്കൽറ്റി ഫാദർ ഡോക്ടർ ബേബി വർഗീസ്, പ്രിൻസിപ്പൽ ഫാദർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, ഡോക്ടർ ഗ്രിഗറി ജോർജ് നൈനാൻ എന്നിവർ വിവിധ ചർച്ചകളിൽ യഥാക്രമം റിസോഴ്സ് പേഴ്സൺ, മോഡറേറ്റർ, പേപ്പർ അവതാരകൻ എന്നീ നിലകളിൽ സുപ്രധാന റോളുകൾ വഹിച്ചു. ഫാദർ ഡോക്ടർ വർഗീസ് P. വർഗീസ്, ഡീക്കന്മാർ എന്നിവർ വെള്ളിയാഴ്ച സായാഹ്ന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് സുറിയാനി ഭാഷയിൽ സംഗീത കച്ചേരിയും നടത്തപ്പെട്ടു. കേരളത്തിന് പുറത്ത് വളർന്നുവരുന്ന യുവ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്കായുള്ള ആത്മീയവും നേതൃത്വപരവുമായ വികസന പരിപാടിയായ ക്യാമ്പ് ഫോർ ഓർത്തഡോക്സ് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ 35ാം വാർഷികം മസിഹി മഹോത്സവ് ബാംഗ്ലൂരിൽ വെച്ച് നടത്തപ്പെട്ടു. ബാംഗ്ലൂരിലെ ദ കിങ്സ് മെഡോസിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യയിലുടനീളമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ, അഭിമന്യ പിതാക്കന്മാർ, വന്യവൈദികർ, സഭാസ്ഥാനികൾ, ഉത്സാഹഭരിതരായ ഓർത്തഡോക്സ് യുവാക്കൾ എന്നിവരെല്ലാം അണിനിരന്നു. ഈ വർഷത്തെ വാർഷിക പരിപാടിയുടെ തീം ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകും, വിശുദ്ധ ലൂക്കോസ് 15:18. ആത്മീക നവീകരണത്തെയും വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയും വിളിച്ചോതുന്നതായി മാറി പ്രോഗ്രാം. ഫെബ്രുവരി 2 പരിശുദ്ധ സഭ മായൽത്തോ പെരുന്നാൾ അഥവാ കർത്താവിൻ്റെ മഹത്വപൂർണമായ ദേവാലയ പ്രവേശനം കൊണ്ടാടി. മശിഹാ തമ്പുരാൻ്റെ ജനനത്തിൻ്റെ 40ാം ദിവസം തൻ്റെ മാതാപിതാക്കന്മാർ യേശുവിനെ യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട്
ക്രിസ്തുമസിന് ശേഷം 40 ദിനങ്ങൾ കഴിഞ്ഞു വരുന്ന ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് എല്ലാ വർഷവും ഈ പെരുന്നാൾ കൊണ്ടാടുന്നത്. മായൽത്തോ എന്ന സുറിയാനി പദത്തിന് പ്രവേശനമെന്നർത്ഥം. കർത്താവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു എന്ന അർത്ഥത്തിൽ കാഴ്ചവെച്ച പെരുന്നാൾ എന്നും പൊതുവെ പറയാറുണ്ട്. പിതാവായ ദൈവത്തിന് തന്നെ സമർപ്പിക്കുകയും ന്യായപ്രമാണത്തിൻ്റെ പരിമിതികളിലേക്ക് സ്വയമായി ഏൽപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ ന്യായപ്രമാണം നിവർത്തിക്കുകയും ചെയ്ത യേശുതമ്പുരാൻ്റെ രക്ഷാകാര പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സുറിയാനി സഭ ഈ പെരുന്നാൾ കൊണ്ടാടുന്നത്. കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം വഴിയായി മാനവരാശിയുടെ മുഴുവൻ പവിത്രീകരണമാണ് നടന്നത്. അതിനാൽ മൊറാനായ പെരുന്നാളുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പെരുന്നാളായി പൂർവ്വകാലം മുതൽക്കേ സുറിയാനി സഭ ഈ പെരുന്നാൾ ആചരിച്ചു വരുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് അവതരിപ്പിച്ച സമകാലികം സഭയുടെ ആരാധന, അനുഷ്ഠാനം, പാരമ്പര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി മലങ്കര സഭയുടെ അഭിവന്യ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്തയുമായി വന്യ ഡോക്ടർ ഫെലിക്സ് യോഹന്നാൻ തട്ടാശ്ശേരിലച്ചൻ നടത്തിയ അഭിമുഖത്തിൻ്റെ 5-ാം ഭാഗം ഫെബ്രുവരി 2-ാം തീയതി വൈകുന്നേരം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും സംപ്രേഷണം ചെയ്തു. മലങ്കര സഭയിലെ അൽമായ വിശ്വാസി സമൂഹം വന്യ വൈദികരിലും ഉപരിയായി സുവിശേഷ ഘോഷകരായി മാറേണ്ട കാലമായെന്നും പരിശുദ്ധ സഭ യുവജനങ്ങളെ കൂടുതൽ കരുതുകയും അവരെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ വളർത്തുവാൻ സഭ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും അഭിവന്യ പിതാവ് വ്യക്തമായ വിശദീകരണങ്ങൾ നൽകി. മലങ്കര സഭയിലെ പ്രഥമ പ്രഖ്യാപിത കാതോലിക്കേറ്റ് സിംഹാസനപ്പള്ളിയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പ് സാന്നിധ്യം കൊണ്ട് അതിധന്യവുമായ പിരളശ്ശേരി സെൻറ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കേറ്റ് സിംഹാസനപ്പള്ളിയെ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായി പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഫെബ്രുവരി 2-ാം തീയതി ഞായറാഴ്ച പ്രഖ്യാപിച്ചു. മലങ്കര സഭ മാർ ആബോ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ഭക്തി പുരസ്സരം ആചരിച്ചു. സത്യവിശ്വാസ പ്രചരണാർത്ഥം പേർഷ്യയിൽ നിന്നും മലങ്കരയിലെത്തി പുരാതനമായ തേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ കബറടങ്ങിയ സന്യാസി വര്യനായ പരിശുദ്ധ മാർ ആബോ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിന് പുണ്യവാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മാർ ആബോ തീർത്ഥാടന കേന്ദ്രത്തിൽ ഭക്തി പുരസ്സരം ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് മാൾട്ട പ്രതിനിധി സംഘം റിപ്പബ്ലിക് ഓഫ് മാൾട്ട പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. മാൾട്ടയിലെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച ഫാദർ സോണി ഐസക് തോമസ് ജനുവരി 31-ന് അറ്റാഡിലെ സാന്റ് ആൻഡൺ പാലസിൽ റിപ്പബ്ലിക് ഓഫ് മാൾട്ട പ്രസിഡന്റുമായി ഒരു എക്യൂമെനിക്കൽ ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുത്തു. മാൾട്ടയിലെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി എന്ന നിലയിൽ ഫാദർ സോണി ഐസക് തോമസ് മറ്റ് എക്യൂമെനിക്കൽ നേതാക്കന്മാരുമായും പ്രസിഡന്റുമായും പരസ്പര താൽപ്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വിവിധ വിശ്വാസി സമൂഹങ്ങൾക്കിടയിൽ ഐക്യം വളർത്തുന്നതിനും സഭ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസിഡന്റിനെ അറിയിച്ചു. സുവർണ ജൂബിലി നിറവിൽ ബോംബെ ഭദ്രാസനം ആഘോഷങ്ങൾ മഹാരാഷ്ട്ര മന്ത്രി ഗണേശ് നായിക് ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ബോംബെ ഭദ്രാസനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും 11ാമത് കൺവെൻഷൻ്റെ സമാപനവും മഹാരാഷ്ട്ര വനം വകുപ്പ് മന്ത്രി ഗണേശ് നായിക് ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചു. നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ സക്കറിയ മാർ നിക്കോളവാസ്, ബോംബെ ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ്, റഷ്യൻ ഫെഡറേഷൻ്റെ മുംബൈയിലെ കോൺസൽ ജനറൽ ഇവാൻ വൈ ഫെറ്റിസോവ്, വൈദിക സംഘം സെക്രട്ടറി ഫാദർ ജോഷുവ എബ്രഹാം, ഭദ്രാസന സെക്രട്ടറി ഫാദർ തോമസ് കെ ചാക്കോ, കൺവെൻഷൻ ജനറൽ കൺവീനർ ഫാദർ എബ്രഹാം ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫാദർ ഡോക്ടർ നൈനാൻ വി ജോർജ് ആത്മീയ സന്ദേശം നൽകി. ഭദ്രാസന ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു. താനെ സെൻറ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളിയിലെ OCYM പ്രവർത്തകർ മാർഗംകളി അവതരിപ്പിച്ചു. സ്ത്രീകളിൽ വർദ്ധിച്ചുവരുന്ന ബ്രസ്റ്റ് സെർവിക്കൽ ക്യാൻസറുകൾ തടയുന്നതിനും ഇതിനെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനുമായി പ്രത്യേക പദ്ധതിയുമായി കേരള സർക്കാരിനോടൊപ്പം പരുമല ആശുപത്രിയും. സംസ്ഥാന സർക്കാരിൻ്റെ ആഹ്വാനത്തോടനുബന്ധിച്ച് ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി മാസം 4-ാം തീയതി മുതൽ മാർച്ച് മാസം 8-ാം തീയതി വരെ നീണ്ടുനിൽക്കുന്ന ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ സൗജന്യ സ്ക്രീനിംഗ് പദ്ധതികളുടെ ഉദ്ഘാടനം
നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ വച്ച് മാർത്തോമ സഭാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ പെൺകുട്ടികളിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നായ സെർവിക്കൽ ക്യാൻസർ തടയുന്നതിനായി 9 മുതൽ 15 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് സൗജന്യ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മരിയ ഉമ്മൻ നിർവഹിച്ചു. ആശുപത്രി സിഇഒ ഫാദർ MC പൗലോസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യൂസ് ജോസ്, റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ആൻഡോ ബേബി എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. തൈക്കാട് ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികൾക്ക് സഹായം കൈമാറി. നട്ടുനനച്ചു വളർത്തിയ പച്ചക്കറികൾ വിളവെടുപ്പിനു മുൻപ് മോഷണം പോയതിൻ്റെ സങ്കടത്തിലായിരുന്ന തൈക്കാട് മോഡൽ ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികൾക്ക് ആശ്വാസവുമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. കുഞ്ഞുങ്ങളുടെ സങ്കടത്തെക്കുറിച്ചുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സഭാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വാഗ്ദാനം ചെയ്തിരുന്ന സഹായം സ്കൂളിലെത്തി. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ചുമതലപ്പെടുത്തിയതിനെ തുടർന്ന് മലങ്കര സഭയുടെ തിരുവനന്തപുരം സ്റ്റുഡൻറ് സെൻറ്റർ ഡയറക്ടർ ഫാദർ സജി മേക്കാട് സ്കൂളിൽ നേരിട്ടെത്തി 50,000 രൂപയുടെ ചെക്ക് കൈമാറി. മോഷണ ശ്രമങ്ങൾ തടയുന്നതിനായി സ്കൂളിൽ CCTV ക്യാമറ സ്ഥാപിക്കണമെന്നായിരുന്നു കുട്ടികളുടെ ആവശ്യം. ഈ ആവശ്യം നിറവേറ്റുന്നതിനോ കൃഷി വിപുലപ്പെടുത്തുന്നതിനോ തുക ഉപയോഗിക്കാമെന്ന് സഭയുടെ പ്രതിനിധികൾ അധ്യാപകരെ അറിയിച്ചു. വിളവെടുക്കാറായ കോളിഫ്ലവർ മോഷണം പോയതിൽ സങ്കടപ്പെടരുതെന്നും ഊർജ്ജസ്വലരായി വീണ്ടും കൃഷി തുടരണം എന്നുമുള്ള പരിശുദ്ധ ബാവയുടെ സന്ദേശം കുട്ടികൾക്ക് കൈമാറി. മലങ്കരയുടെ പൈതൃക മണ്ണിൽ മാർത്തോമൻ സ്മൃതി മന്ദിരം ഉയരുന്നു. കൊടുങ്ങല്ലൂരിൽ ഓർത്തഡോക്സ് സഭയുടെ പൈതൃക കേന്ദ്രത്തിന് പരിശുദ്ധ കാതോലിക്ക ബാവ ശിലാസ്ഥാപനം നടത്തി. മലങ്കര സഭയുടെ സ്ഥാപകനും കാവൽ പിതാവുമായ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ വന്നിറങ്ങിയ മണ്ണിൽ ഒരു പൈതൃക കേന്ദ്രമെന്നത് സഭയുടെ ചിരകാല അഭിലാഷമായിരുന്നെന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ മലങ്കര ഓർത്തഡോക്സ് സഭ പണികഴിപ്പിക്കുന്ന മാർത്തോമൻ സ്മൃതി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ ബാവ തിരുമേനി. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം ഇന്നും കെടാതെ സൂക്ഷിക്കുന്നത് മലങ്കര സഭ മാത്രമാണ്. ആരൊക്കെ കുഴിച്ചുമൂടാൻ ശ്രമിച്ചാലും ചരിത്രത്തെ തമസ്കരിക്കാനാവില്ല. ഭാവിയിൽ സഭയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന സ്ഥാപനമായി സ്മൃതി മന്ദിരം മാറും. MG ജോർജ് മുത്തൂറ്റ് സഭയുടെ അൽമായ ട്രസ്റ്റിയായിരുന്ന കാലത്താണ് കൊടുങ്ങല്ലൂരിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയിട്ടത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഈ സ്ഥലം കുടുംബം സഭയ്ക്ക് സൗജന്യമായി കൈമാറുകയായിരുന്നു. MG ജോർജ് മുത്തൂറ്റിനെയും സ്മരിക്കത്തക്ക വിധമാകും നിർമ്മാണം പൂർത്തിയാക്കുകയെന്ന് കാതോലിക്ക ബാവ കൂട്ടിച്ചേർത്തു. അഭിവന്യ പിതാക്കന്മാർ, വൈദിക ട്രസ്റ്റി, അൽമായ ട്രസ്റ്റി, അസോസിയേഷൻ സെക്രട്ടറി, സഭാ വക്താവ് എന്നിവർ പ്രസംഗിച്ചു. മുത്തൂറ്റ് കുടുംബത്തെ പ്രതിനിധീകരിച്ച് ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, കൗൺസിലർമാരായ ശിവറാം, രവി എന്നിവർ ആശംസകൾ നേർന്നു. മുസിരിസ് പൈതൃക മേഖലയായ കൊടുങ്ങല്ലൂരിൽ പൗരാണികത ചോരാതെയാകും മാർത്തോമൻ സ്മൃതി മന്ദിരത്തിൻ്റെ നിർമ്മാണം. പെരിയാറിനോട് ചേർന്നുള്ള ഈ സ്ഥലത്ത് മർത്തോമൻ മ്യൂസിയം, മർത്തോമൻ ഗേറ്റ്, മർത്തോമൻ സ്തൂപം, കോൺഫറൻസ് ഹാൾ എന്നിവയാണ് വിഭാവനം ചെയ്യുന്നത്. ബഥനി ആശ്രമാംഗം ഫാദർ ബെഞ്ചമിൻ OICക്കാണ് നിർമ്മാണ മേൽനോട്ട ചുമതല. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പബ്ലിക് റിലേഷൻസ് സെൻറ്റർ എറണാകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എറണാകുളം പബ്ലിക് റിലേഷൻസ് സെൻറ്ററിൻ്റെ കൂദാശകർമ്മം സഭാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. ഡോക്ടർ യാക്കോമാർ ഐറേനിയോസ്, യൂഹാനോൻ മാർ പോളികാർപ്പോസ്, ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ്, ഡോക്ടർ ഗിവറീസ് മാർ ബെർണബാസ് എന്നീ മെത്രാപ്പൊലീത്തന്മാർ സഹകാർമ്മികത്വം വഹിച്ചു. സഭാസ്ഥാനികൾ, വന്യ റമ്പാച്ചന്മാർ, വൈദികർ, സഭാ വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇടപ്പള്ളി ഒബ്രോൺ മാളിന് എതിർവശമുള്ള സുരഭി റോഡിലാണ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഫാദർ സൈമൺ ജോസഫിനാണ് പബ്ലിക് റിലേഷൻസ് സെൻറ്ററിൻ്റെ ചുമതല. പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പുതുപ്പള്ളി പാറേട്ട് മാർ ഇവാനിയോസ് ഹോസ്പിറ്റലിൽ സഹോദരൻ പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമിന് കീഴിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചു. പൗരാണികത ചോരാത്ത നിർമ്മാണം, പ്രകൃതിദത്ത നിറക്കൂട്ടുകൾ. കടമറ്റം പള്ളിയിൽ ചരിത്രം പുനർജനിച്ചു. ചരിത്രത്തിൻ്റെ മങ്ങിയ താളുകൾക്ക് വീണ്ടും നിറം പിടിക്കുകയാണ്.
കേരളത്തിലെ അതിപുരാതന ദേവാലയങ്ങളിലൊന്നായ കടമറ്റം പള്ളി പൗരാണികതയ്ക്ക് കോട്ടം തട്ടാതെ നവീകരിക്കപ്പെടുകയാണ്. കാലം മായ്ക്കാത്ത പൗരാണിക ചിത്രങ്ങൾക്ക് പ്രകൃതിദത്ത നിറക്കൂട്ടുകളിലൂടെ വീണ്ടും ജീവൻ വയ്ക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിച്ച വിഭവങ്ങൾ ഉപയോഗിച്ചാണ് നിറക്കൂട്ടുകൾ സൃഷ്ടിച്ചെടുത്തത്. മ്യൂറൽ പെയിൻറിംഗ് വിദഗ്ധനായ ജിജുലാലിൻ്റെ നേതൃത്വത്തിലാണ് ഈ ജോലികൾ പൂർത്തീകരിച്ചത്. പുനരുദ്ധാരണം പൂർത്തീകരിച്ച ദേവാലയത്തിൻ്റെ കൂദാശയും പെരുന്നാളും ഫെബ്രുവരി 6-7 തീയതികളിൽ നടത്തപ്പെട്ടു. ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. കൂദാശയിലും പെരുന്നാളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബോട്ടണിയിൽ ഡോക്ടറേറ്റ് ലഭിച്ച ശ്രീ ആമോസ് പി തോമസിനും അഖില മലങ്കര ബാലസമാജം ജനറൽ സെക്രട്ടറിയായി നിയമനം ലഭിച്ച വന്യ റിനോ കെ മാത്യു അച്ഛനും മാങ്ങാനം മന്ദിരം ആശുപത്രിയുടെ പുതിയ ചാപ്പിളിനായി നിയമിതനായ വന്യ എം കെ കുര്യനച്ഛനും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ നിന്നും ട്രാൻസ്ലേഷനിൽ ആയുർവേദ എന്ന വിഷയത്തിൽ എംഫിലിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ ഹണി തോമസിനും കോയമ്പത്തൂർ കൽപ്പാകം യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ PhD കരസ്ഥമാക്കിയ ശ്രീ അഖിൽ മാത്യു ഫിലിപ്പിനും എറണാകുളത്ത് സഭ ആരംഭിക്കുന്ന പബ്ലിക് റിലേഷൻ സെൻ്ററിൻ്റെ ചുമതലക്കാരനായി നിയമിതനായ ഫാദർ സൈമൺ ജോസഫ് അച്ഛനും മലങ്കരയുടെ കാവൽപിതാവായ വിശുദ്ധ മാർത്തോമാസ്ലിഹായുടെ പാദസ്പർശമേറ്റ കൊടുങ്ങല്ലൂരിൽ മലങ്കര ഓർത്തഡോക്സ് സഭ പണികഴിപ്പിക്കുന്ന മാർത്തോമൻ സ്മൃതി മന്ദിരത്തിൻ്റെ നിർമ്മാണ ചുമതലയുള്ള കോർഡിനേറ്ററായി നിയമിതനായ ഫാദർ ബെഞ്ചമിൻ OICക്കും എക്സ് ആൻഡമാൻ ഓർത്തഡോക്സ് മെമ്പേഴ്സ് ഫെലോഷിപ്പ് ഏർപ്പെടുത്തിയ സാമൂഹ്യ സേവകനുള്ള പുരസ്കാരം ലഭിച്ച ഫാദർ റിഞ്ചു പി കോശിക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.